അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷൈഖുന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ വിശ്വാസപൂർവം എന്ന ആത്മകഥയിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഭാഗം 2, ബുഖാരിയുടെ മാധുര്യം. പ്രത്യേക മേൽക്കുപ്പായവും തലപ്പാവും ധരിച്ച് പരിമളം വീശുന്ന അത്തർ പൂശിയാണ് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് ഹദീസ് ക്ലാസ്സിലേക്ക് എത്തുക. പ്രവാചകരോടുള്ള സ്നേഹത്തിന്റെയും ആദരവിന്റെയും ഭാഗമായാണ് ഈ ഒരുക്കങ്ങളെല്ലാം. ഹസ്രത്ത് തന്റെ റൂമിൽ നിന്നും ഇറങ്ങുന്നതോടെ ആ പരിമളം വിശാലമായ കെട്ടിടമൊന്നാകെ പരക്കും. ഹദീസ് ക്ലാസ്സിനുള്ള സമയമറിയാൻ ഞങ്ങൾ ആശ്രയിച്ചിരുന്നത് ആ സുഗന്ധത്തെയാണ്. അതോടെ വിദ്യാർത്ഥികൾ ക്ലാസ്സിലേക്ക് ഒഴുകും. ഹസ്രത്ത് ക്ലാസ്സിലെത്തുമ്പോഴേക്കും ഹാൾ നിറഞ്ഞു കവിഞ്ഞിരിക്കും. നിലത്തു വിരിച്ച നീളം കൂടിയ പുൽപ്പായയിലാണ് ഇരുത്തം. കിതാബ് വെക്കാനും നോട്ട് എഴുതാനും വേണ്ടി മുന്നിൽ ഉയരം കുറഞ്ഞ ഒരെഴുത്തുമേശയുണ്ടാകും. ഓരോ ഹദീസും വായിക്കുന്നതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അതു തന്നിലേക്കെത്തിയ വഴിയിലെ ഓരോ ഹദീസ് റിപ്പോർട്ടർമാരുടെയും പേര് ക്രമപ്രകാരം പറയും. ഒപ്പം അവരുടെ ഹ്രസ്വമായ ജീവിത ചരിത്രവും. ആമുഖമായുള്ള ആ പറച്ചിൽ തന്നെ പല നൂറ്റാണ്ടുകളിലൂടെ, ഭൂഖണ്ഡങ്ങളിലൂടെ, ചരിത്രങ്ങളിലൂടെയുള്ള യാത്രയാണ്. കണ്ണൂരുകാരനായ ഒരാൾ വെല്ലൂരിൽ നിന്ന് അതിരാമ്പട്ടണം വഴി ലക്നൌവിലൂടെ 7-ാം നൂറ്റാണ്ടിലെ മക്കയിലേക്കും മദീനയിലേക്കും നടത്തുന്ന സഞ്ചാരം. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ കേരളത്തിലെ വിശ്രുത പണ്ഡിതന്മാരായ അബ്ദുൽ ഖാദിർ ഫളുഫരി, ആയഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കാപ്പാട്ട് കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ, പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ, തൈക്കാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നിവരുടെ ദീർഘകാല ശിക്ഷണത്തിൽ വിവിധ വിജ്ഞാന മേഖലകളിൽ പ്രാവീണ്യം നേടിയ ഹസൻ ഹസ്രത്ത് തഞ്ചാവൂരിലെ മുത്തുപ്പേട്ട അതിരാമ്പട്ടണത്താണ് തുടർ പഠനം നടത്തിയത്. ഓരോ ഹദീസിലും, പ്രത്യേകിച്ചും ബുഖാരിയിലെ ഹദീസുകളിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ എത്തുന്ന മുറിഞ്ഞുപോകാത്ത കണ്ണിയിൽ പങ്കുചേരാനുള്ള ആഗ്രഹം കൊണ്ടാണ് കേരളത്തിൽ നിന്ന് അധികമാരും പോകാത്ത അതിരാമ്പട്ടണം അദ്ദേഹം ഉപരിപഠനത്തിനായി തിരഞ്ഞെടുത്തത്. അവിടെ ഷെയ്ഖുൽ ഹദീസ് ആയിരുന്ന മക്ക ഷരീഫിലെ വിശ്രുത പണ്ഡിതൻ ഷെയ്ഖ് സൈനി ദഹ്ലാന്റെ ശിഷ്യനായ ഷെയ്ഖ് അഹമ്മദ് മുത്തുപ്പേട്ട താൻ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ഗുരുവാണെന്ന് പലരിൽ നിന്നും കേട്ടറിഞ്ഞാണ് ഹസ്രത്ത് അങ്ങോട്ടേക്ക് പോയത്. ഹദീസ് ഗ്രന്ഥങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും റിപ്പോർട്ട് ചെയ്യാനുമുള്ള അനുമതിയും പരമ്പരയും സ്വന്തമാക്കിയതും അവിടെ വെച്ചാണ്. ബുഖാരി അദ്ദേഹം 5 തവണ ഓതി പഠിച്ചു. ബാക്കിയാത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കുന്നവർക്ക് അതിരാമ്പട്ടണത്തെ ഈ ഷെയ്ഖുൽ ഹദീസിൽ നിന്ന് ലഭിച്ച ഇജാസത്താണ് ഹസ്രത്ത് കൈമാറിയത്. ഓരോ വിഷയത്തിലും ഓരോ ഗ്രന്ഥത്തിലും ഏറ്റവും മികവുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ അടുത്തുപോയി ആ വിഷയം പഠിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി. കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് ഹസൻ ഹസ്രത്തിന്റെ ഉമ്മയുടെ കാര്യം. ദർസ് പഠന രംഗത്തെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായി പരിഗണിച്ചു പോരുന്നവയെല്ലാം ഹസ്രത്ത് ഓതി പഠിച്ചത് ഉമ്മ തൈരൻ്റകത്ത് ആയിഷ എന്ന മഹദിയിൽ നിന്നാണ്. ആ പണ്ഡിതവര്യയിൽ നിന്നുള്ള പരിശീലനമാണ് ഹസ്രത്തിന്റെ വൈജ്ഞാനിക അന്വേഷണത്തിന് അടിത്തറയൊരുക്കിയത്. ഹസ്രത്തിന് ഉപരിപഠനത്തിനായി ആദ്യമായി പൊന്നാനിയിലേക്ക് അയച്ചതും അവർ തന്നെ. ഹസ്രത്തിന്റെ 2 സഹോദരങ്ങൾ പഠനാവശ്യാർത്ഥം ചെറുപ്പത്തിലെ നാട് വിട്ടുപോയിരുന്നു. പിന്നീട് അവർ തിരിച്ചു വരികയുണ്ടായില്ല. കുടുംബമാകട്ടെ കടുത്ത ദാരിദ്ര്യത്തിലും. എന്നിട്ടും 3ാമത്തെ മകനെ കൂടി മതപഠനത്തിന് പറഞ്ഞയക്കാൻ ആ ഉമ്മ കാണിച്ച ധൈര്യവും സന്നദ്ധതയും അപാരം തന്നെയാണ്. ഉമ്മക്ക് കുടുംബത്തിൽ നിന്ന് അനന്തരമായി ലഭിച്ച സ്വത്ത് വിറ്റുകിട്ടിയ പൈസയുമായാണ് ഉപരിപഠനത്തിന് പോയതെന്ന് ഹസ്രത്ത് പറയാറുണ്ടായിരുന്നു. കേരളത്തിലേതിൽ നിന്നോ തീർത്തും വ്യത്യസ്തമായിരുന്നു ബാക്കിയാത്തിലെ ഹദീസ് ക്ലാസുകൾ. അതിനു പ്രധാന കാരണം വെല്ലൂരിൽ നിലനിന്ന മദ്ഹബുകളുടെ വൈവിധ്യം തന്നെ. കേരളത്തിൽ ഷാഫിഈ മദ്ഹബ് മാത്രമാണ് പ്രബലം എന്നതിനാൽ ഹദീസുകളിൽ ആ മദ്ഹബ് അനുസരിച്ച് മാത്രം വിശദീകരിച്ചാൽ മതിയാകും. എന്നാൽ ഹനഫി മദ്ഹബുകാർ കൂടിയുള്ള ബാക്കിയാത്തിൽ അത് മതിയാകില്ല. ഇസ്ലാമിൽ ഓരോ നിയമവും രൂപപ്പെടുന്നത് ഖുർആനിൽ നിന്നും അതിന്റെ വിശദീകരണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും സമീപനങ്ങളുടെയും സമാഹാരമായ ഹദീസുകളിൽ നിന്നുമാണല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് ചില വിഷയങ്ങളിൽ 4 വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നത് എന്ന ചോദ്യത്തെ ഓരോ മദ്ഹബിന്റെയും സമീപനങ്ങൾ വിലയിരുത്തി വിശദീകരിക്കുന്ന രീതിയാണ് ഹസൻ ഹസ്രത്തിൻ്റെത്. ഹദീസിലെ ഓരോ ഭാഗവും പരാമർശിച്ച് 4 മദ്ഹബിന്റെ ഇമാമുമാരും എങ്ങനെയാണ് അവയിൽ നിന്ന് കർമ്മശാസ്ത്രവിധികൾ നിർദ്ധാരണം ചെയ്തതെന്ന് അദ്ദേഹം സമർത്ഥിക്കുമായിരുന്നു.
ഇസ്തദല്ലൽ ഷാഫിഇയ്യു, ഇസ്തദല്ലൽ ഹനഫിയു, ഇസ്തദല്ലൽ മാലിക്കിയു, ഇസ്തദല്ലൽ ഹംബലിയു എന്ന് പറഞ്ഞായിരിക്കും വിശദീകരണം. എന്നാൽ അവയിൽ ഒരാളുടെ അഭിപ്രായത്തെയും ഗണ്ണിക്കുകയില്ല. അപ്രകാരം ഓരോ മദ്ഹബുകളിലെയും പണ്ഡിതന്മാർ നടത്തിയ തെളിവുകൾ ശേഖരിച്ച രീതികൾ പങ്കുവെക്കും. ഒരു ദിവസം ഹനഫിയായ ഒരു ശിഷ്യൻ ഹസ്രത്തിനോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ഇന്ന് നടത്തിയ ഈ ചർച്ച ഷാഫിഈ ഇമാം കേട്ടിരുന്നുവെങ്കിൽ അദ്ദേഹം തന്റെ വാദത്തിൽ നിന്ന് പിന്മാറി ഹനഫി മദ്ഹബിൽ ചേരുമായിരുന്നു. ഉടൻ ഹസ്രത്ത് ശക്തമായി പ്രതികരിച്ചു: എടോ, ഷാഫിഈ ഇമാം ഇന്ന് ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ട് എന്നറിയുകയാണെങ്കിൽ എന്റെ നാവ് അനങ്ങുകയേ ഇല്ലായിരുന്നു. എന്നിട്ടാണോ ഞാൻ പറയുന്നത് കേട്ട് ഷാഫിഈ ഇമാം തന്റെ വാദത്തിൽ നിന്ന് മടങ്ങുമായിരുന്നു എന്ന് പറയുന്നത്? മര്യാദയില്ലാത്ത സംസാരമല്ലേ അത്? ഒരേ ഹദീസിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തം എന്ന് തോന്നിപ്പിക്കുന്ന 4 നിയമങ്ങൾ രൂപപ്പെട്ടത് എന്ന് വിശദീകരിക്കുക വഴി 4 മദ്ഹബുകളുടെയും സാധുത ഉറപ്പിക്കുന്ന ശൈലിയാണ് ഹസ്രത്ത് പിന്തുടർന്നത്. വ്യത്യസ്തതകളെ ഒരുമിപ്പിക്കാനുള്ള ഈ അസാമാന്യമായ കഴിവ് ഹദീസ് ക്ലാസ്സിൽ മാത്രമല്ല, ഹദീസുകളെ സ്വന്തം ജീവിതത്തിൽ ചേർത്തു പകർത്തുന്നതിനും അദ്ദേഹത്തിനുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ചര്യയെക്കുറിച്ച് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ ആ വ്യത്യസ്തതകളെ മുഴുവൻ തന്റെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രദ്ധിക്കും. ഒരിക്കൽ ട്രെയിനിൽ സഞ്ചരിക്കവേ ഹസൻ ഹസ്രത്തിന്റെ ശിഷ്യനാണെന്നറിഞ്ഞപ്പോൾ കൂടെ യാത്ര ചെയ്ത പൊന്നാനി ഭാഗത്തുള്ള ഒരാൾ എന്നോട് ചോദിച്ചു: സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളായ ഫത്ഹുൽ ബാരിയും ഖസ്തല്ലാനിയും ഐനിയും നോക്കി പറയുക എന്നതല്ലാതെ മറ്റെന്താണ് ഹസൻ ഹസ്രത്തിന്റെ ദർസിന്റെ പ്രത്യേകത? പിന്നെ ആകാശത്തു നിന്ന് പുതിയത് ഇറക്കി പറയലാണോ പ്രത്യേകത? ലഭ്യമായ വ്യാഖ്യാനങ്ങളിൽ അഭിപ്രായങ്ങളും ചർച്ചകളും വിശദീകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഹദീസിന്റെ സാരാംശങ്ങളിലേക്ക് എത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയല്ലേ വേണ്ടത്? അതാണ് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് ചെയ്യാറുള്ളത്. ഞാൻ തിരിച്ചു ചോദിച്ചു. ഉറുദു ഭാഷയിലായിരുന്നു ക്ലാസുകൾ നടന്നിരുന്നത്. ഉറുദു നല്ലതുപോലെ പഠിച്ചാലേ ബാക്കിയാത്തിലെ പഠനത്തിൽ മുന്നേറാൻ കഴിയൂ എന്ന ബോധ്യത്തിൽ ഭാഷാ പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്താൻ ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു. ഇക്കാര്യത്തിൽ എന്റെ സീനിയർ ആയിരുന്ന തളിപ്പറമ്പുകാരൻ സി കുട്ടി മൗലവി നല്ല പോലെ സഹായിക്കുകയും ചെയ്തു. അദ്ദേഹം ഉറുദു നന്നായി അറിയാവുന്ന ആളും ഒപ്പം മലയാളിയുമായതിനാൽ എന്റെ ഭാഷാ പഠനം താരതമ്യേന എളുപ്പമായി. ഉറുദുവിലുള്ള ക്ലാസുകളുടെ നോട്ടുകൾ ഞാൻ അപ്പോൾ തന്നെ അറബിയിലേക്ക് പകർത്തിയെഴുതും. ഒരേ സമയം എന്റെ ഉറുദുവും അറബിയും നന്നാക്കിയെടുക്കുവാൻ ഇത് സഹായിച്ചു. പുതിയ ഭാഷകൾ കേവലം ആശയവിനിമയത്തിനുള്ള ഉപാധി എന്ന നിലയിൽ മാത്രമല്ല നമ്മെ സഹായിക്കുന്നത്. കൂടുതൽ ഭാഷകൾ അറിയുന്ന ആൾക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും കുറെ കൂടി വിശാലമായി ചിന്തിക്കാനും മികച്ച തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയും. ഭാഷാ പരിശീലനത്തിനു വേണ്ടി സമയം നീക്കിവെച്ചത് ജീവിതത്തിലുടനീളം എന്നെ സഹായിച്ചു. കേരളത്തിലിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥകളും ആവശ്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ തുടങ്ങുന്നതൊക്കെ ഈ ഉറുദു ഭാഷയിലൂടെയാണ്. അറബിയാകട്ടെ കുറെ കൂടി വിശാലമായ ചരിത്രത്തെയും ഭൂപ്രദേശങ്ങളെയും നമ്മുടെ ആലോചനകളിലേക്ക് കൊണ്ടുവരും. കൂടുതൽ ഭാഷ അറിയുന്ന ആൾക്ക് കൂടുതൽ വിശാലമായി ചിന്തിക്കേണ്ടി വരും. തീരുമാനങ്ങളിൽ ധൃതി കാണിക്കാനാവില്ല. അതൊരു അനുഗ്രഹമാണ്. വിവിധ മദ്ഹബുകൾ നിയമങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ സ്വീകരിക്കുന്ന രീതികൾ ഇസ്തിംബാത്ത് പഠിച്ചു മനസ്സിലാക്കാൻ പ്രത്യേകിച്ചും ഹനഫി മദ്ഹബിന്റെ രീതികളുമായി പരിചയപ്പെടാൻ പഠനകാലത്തു തന്നെ കഴിഞ്ഞതും ഭാഗ്യമാണ്. ഭാഷാ പഠനം പോലെ വ്യത്യസ്ത രീതി ശാസ്ത്രങ്ങളുമായുള്ള ഈ പരിചയവും നമ്മുടെ ആലോചനകൾക്ക് കൂടുതൽ തുറസ് നൽകും. വർഷങ്ങൾക്കു ശേഷം ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യ രൂപീകരിച്ച് മദ്രസ പഠനം ഇതര സംസ്ഥാനങ്ങളിലേക്കു വ്യാപിപ്പിക്കാനും വിവിധ മദ്ഹബുകളിലെ പാഠപുസ്തകങ്ങൾ പുറത്തിറക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിക്കാനും പ്രേരിപ്പിച്ചത് ഇത്തരം അനുഭവങ്ങളാണ്. ഹദീസുകൾ ബറക്കത്തിനു വേണ്ടി മാത്രം ഓതി പഠിപ്പിക്കുന്ന രീതിയാണ് തെക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലും നിലവിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഹദീസ് പഠനത്തെ ഒരു ഗവേഷണ മേഖലയും ശാസ്ത്രവുമാക്കി മാറ്റിയെടുക്കുന്നതിൽ ഹസൻ ഹസ്രത്തിന്റെ ബാക്കിയാത്തിലെ സേവനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്ത് വെല്ലൂരിൽ ആരംഭിച്ച ദാറുൽ ഹദീസ് ഈ മേഖലയിലെ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള പ്രധാന സംരംഭങ്ങളിൽ ഒന്നാണ്. ബുഖാരിയുടെയും ബൈളാവിയുടെയും ക്ലാസുകൾക്കാണ് ഇക്കാലത്ത് പൂർണ്ണാർത്ഥത്തിൽ സമയം ചെലവഴിച്ചത്. മറ്റു ക്ലാസുകളിൽ സമാഅ എന്നു നമ്മൾ ഓഡിറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കിതാബ് ഗുരുവര്യർ വായിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്ന രീതി മാത്രമാണ് ചെയ്തിരുന്നത്. മുഖ്തസറിലെ എല്ലാ കിതാബുകളും നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ടെന്നും മുതവ്വലിൽ അഡ്മിഷൻ കിട്ടിയിട്ടും ചേരാതിരുന്നതാണ് എന്ന വിവരവും ഉസ്താദുമാർക്ക് അറിയാമായിരുന്നതിനാൽ ഇക്കാര്യത്തിൽ അവരുടെ പിന്തുണ വേണ്ടുവോളം ഉണ്ടായിരുന്നു. ചില ക്ലാസുകളിൽ ഇരിക്കുന്നതിന് പകരം ലൈബ്രറിയിൽ പോയി ഗ്രന്ഥങ്ങൾ മുത്താലഅ ചെയ്യുന്നതിന് ഉസ്താദുമാർ സമ്മതം നൽകും. ഫതാവൽ ഹദീസിയ
അദ്കാറുൻ നവവി, ഇഹ്യാ ഉലൂമുദ്ദീൻ തുടങ്ങിയവയുടെ വിശദമായ പഠനക്കുറിപ്പുകൾ തയ്യാറാക്കിയത് ഇക്കാലത്തെ മുത്താലഅയിലൂടെയാണ്. വെല്ലൂരിലെ പഠനകാലത്ത് എനിക്ക് ഏറ്റവും പണം ചെലവായത് നോട്ട് ബുക്കുകൾ വാങ്ങുന്നതിനാണ്. മേത്തരം നോട്ട് ബുക്കുകൾ വ്യാപകമായും നാട്ടിലുള്ളതിനേക്കാൾ വിലക്കുറവിലും വെല്ലൂരിൽ ലഭിക്കും. മഞ്ഞ കളറുള്ള ഒരു തരം പേപ്പർ കൊണ്ടുള്ള നോട്ട് ബുക്കായിരുന്നു അക്കാലത്ത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ലഭിച്ചിരുന്നത്. ഗുണമേന്മ കുറഞ്ഞ പേപ്പറിൽ കലം കൊണ്ടെഴുതിയാൽ മഷി പരക്കും. മിക്കപ്പോഴും എഴുത്തു തന്നെ മാഞ്ഞുപോകും. നല്ല നോട്ട് പുസ്തകമോ പേപ്പറോ വാങ്ങണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് പോകണം. അതൊന്നും സാമ്പത്തികമായി താങ്ങാൻ കഴിയുന്ന കാര്യങ്ങളേ അല്ല. അതുകൊണ്ട് തന്നെ അവയൊന്നും ഒരിക്കലും ഞങ്ങളുടെ മുൻഗണനയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നില്ല. ഏറെ പഴക്കമുള്ള കയ്യെഴുത്തു പ്രതികൾ ഉൾപ്പെടെ 10,000-കണക്കിന് ഗ്രന്ഥങ്ങളുള്ള വിശാലമായ കുതുബുഖാനയാണ് ബാഖിയാത്തിലേത്. ഓരോ വിഷയത്തിനും പ്രത്യേക വിഭാഗങ്ങളുള്ള ആ 2 നില ലൈബ്രറിയിൽ ഓരോ കിതാബിനും എഴുതിയ വിശദീകരണ ഗ്രന്ഥങ്ങളുടെ നീണ്ട നിര ക്രമത്തിൽ അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സു നിറയും. പൂർവികരായ ആളുകൾ ഓരോ പുസ്തകത്തിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അറിവിന്റെ കെട്ടഴിക്കുകയാണല്ലോ പിൽക്കാലത്ത് വന്ന വിശദീകരണങ്ങളുടെ ദൗത്യം. വലിയ കാര്യങ്ങളെ ഒതുക്കി പറയാനുള്ള കഴിവ് പൂർവിക മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രത്യേകതയാണ്. വാക്കുകൾ കുറച്ചേ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾക്കാകട്ടെ കനം കൂടുതലാകും. പല അർത്ഥങ്ങളും ഒരു വാക്കിലേക്ക് ഉൾച്ചേർത്തി പറയുന്നതിന്റെ കനമാണത്. ഫിദവി ഹസ്രത്തായിരുന്നു ഞങ്ങളുടെ ലൈബ്രറിയൻ. കിതാബുകൾ എടുത്ത് മേശക്കെടുത്തു പോകുമ്പോഴേക്ക് അദ്ദേഹം രജിസ്റ്ററിലെ നമ്മുടെ പേജ് തുറന്നു വെച്ചിട്ടുണ്ടാകും. തിരിച്ചു കൊടുക്കാൻ വൈകിയ പുസ്തകങ്ങളെക്കുറിച്ച് ലൈബ്രറിക്ക് പുറത്തു വെച്ച് കണ്ടാൽ പോലും ചോദിക്കും. അത്രയും ഓർമ്മശക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ലൈബ്രറിയിലെ പുസ്തകങ്ങൾ അടുക്കി വെച്ചതുപോലെ അടുക്കും ചിട്ടയുമുള്ള ഒരാൾ. ഞാൻ സന്ദർശിച്ച പുരാതന മുസ്ലിം കുത്തുബ് ഖാനകളിൽ പലതിലും ഈ കണിശത കണ്ടിട്ടുണ്ട്. പുസ്തകങ്ങളുമായി മുസ്ലിങ്ങൾ ദീർഘകാലമായി നിലനിർത്തി പോന്ന ബന്ധത്തിൽ നിന്നാണ് ഇത്തരം ലൈബ്രറി സിസ്റ്റങ്ങൾ രൂപപ്പെട്ടത് എന്ന് വേണം കരുതാൻ. ഡമസ്കസിലെയും ബഗ്ദാദിലെയും മുസ്ലിം പണ്ഡിതന്മാർ തങ്ങളുടെ സ്വകാര്യ ഗ്രന്ഥശേഖരങ്ങൾ കുടുംബത്തിനോ പൊതുസ്ഥാപനങ്ങൾക്കോ അനന്തരമായോ വഖഫായോ നൽകുമ്പോൾ തയ്യാറാക്കിയ പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ നിന്നാണ് നാം ഇന്ന് കാണുന്ന ആധുനിക ലൈബ്രറികളുടെ കാറ്റലോഗ് സിസ്റ്റം തന്നെ രൂപപ്പെട്ടത് എന്നാണ് ഗ്രന്ഥചരിത്രകാരന്മാർ പറയുന്നത്. മധ്യകാലഘട്ടത്തിൽ ബഗ്ദാദിലെയും കൊർദോവയിലെയും ലൈബ്രറി ആക്രമിച്ചവർ പുസ്തകങ്ങൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ വെള്ളത്തിന്റെ നിറം മഷിയുടേതായതായും മലബാർ സന്ദർശിച്ച ഇബ്നു ബത്തൂത്ത പള്ളികളിലെ പഠന സൗകര്യങ്ങൾ കണ്ട് അത്ഭുതം കൂറിയതുമൊക്കെ നാം മതപ്രഭാഷണങ്ങളിലും മറ്റും സ്ഥിരമായി കേൾക്കാറുള്ളതാണല്ലോ. ഇതൊന്നും അതിശയോക്തിയല്ലെന്ന് വെല്ലൂരിലെ കുത്തുബുഖാനകൾ കണ്ടാൽ തന്നെ ബോധ്യപ്പെടും. നിസാമുദ്ദീൻ ലഖ്നവി ചിട്ടപ്പെടുത്തിയ സിൽസിലത്തു നിസാമിയ എന്ന സിലബസ് അനുസരിച്ചാണ് ബാഖിയാത്തിലെ ക്ലാസുകൾ. ഓരോ വിഷയത്തിലും നിശ്ചിത കിതാബുകൾ പഠിച്ചു പൂർത്തിയാക്കുന്നതാണ് ഈ സിലബസിന്റെ രീതി. അതിനു പുറമെ ഖുർആൻ പഠനവും ഫാരിസി ഉറുദു ഭാഷാ പഠനങ്ങളും ഉണ്ടാകും. മൗലാന മുഹമ്മദ് ഹസ്രത്ത്, മൗലാന മുഹമ്മദ് മീരാൻ അൻസാരി ഹസ്രത്ത്, മൗലാന സയ്യിദ് മുഹമ്മദ് സഈദ് ഹസ്രത്ത്, സയ്യിദ് അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് കടപ്പ, മുഹമ്മദ് മുസ്തഫ ഹസ്രത്ത്, സിബ്ഗത്തുള്ള ബഖ്തിയാരി ഹസ്രത്ത്, അസയ്യിദ് ഖാരി മുഹമ്മദ് അറബ് ഹസ്രത്ത് എന്നിവരായിരുന്നു മറ്റു ഉസ്താദുമാർ. ഓരോ കിതാബിനും വെവ്വേറെ പുസ്തകങ്ങളിലായി ധാരാളം നോട്ടുകൾ തയ്യാറാക്കൽ എന്റെ ശീലമായിരുന്നു. ഇതിനു പുറമെ സ്വന്തമായുള്ള കിതാബുകളുടെ മാർജിനുകളിലും നോട്ട് എഴുതും. കല്ലച്ചിൽ അടിച്ചിരുന്ന ഇത്തരം കിതാബുകളിൽ വലിയ മാർജിനുകളുള്ളത് നോട്ടെഴുതാൻ ഒരു സൗകര്യം കൂടിയായിരുന്നു. പഠിതാക്കൾക്ക് എളുപ്പത്തിൽ നോട്ടെഴുതാനും പൈസ ലാഭിക്കുന്നതിനും വേണ്ടിയാണ് ഈ കിതാബുകൾ വലിയ മാർജിനിട്ട് ഇങ്ങനെ അച്ചടിക്കുന്നതെന്ന് ഞങ്ങൾ തമാശ പറയുമായിരുന്നു. ടെക്സ്റ്റും നോട്ട്ബുക്കും അടങ്ങിയ വലിയ കിതാബുകളൊന്നും ഇതിനു പറയും. പക്ഷെ അതൊരു തമാശ മാത്രമായിരുന്നില്ല. ഓരോ കിതാബിലൂടെയും മുൻഗാമികൾ നടത്തിയ വൈജ്ഞാനിക സഞ്ചാരം മുഴുവൻ പിൻതലമുറക്ക് കിട്ടാനുള്ള ഒരു മാർഗമായിരുന്നു ഇത്തരം കിതാബ് നിർമ്മാണ രീതി. നിരവധി പഠിതാക്കളിലൂടെ കൈമാറി വരുന്ന ഒരു കിതാബിന്റെ മാർജിൻ അവരുടെ വിജ്ഞാനദാഹത്തിന്റെ കൂടി അടയാളമാണ്. ഓരോ വിഷയത്തെക്കുറിച്ചും പദങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി തന്നെ ആ കുറഞ്ഞ സ്ഥലത്ത് അവരോരോരുത്തരും എഴുതി വെച്ചിട്ടുണ്ടാകും. ദർസിൽ പഠിക്കുന്ന കാലത്ത് സ്വന്തമായി കിതാബുകൾ ഉണ്ടാകുന്ന സാഹചര്യം വളരെ കുറവായിരുന്നു. പഠിക്കുന്ന കിതാബുകൾ പോലും സ്വന്തമായി ഉണ്ടാവില്ല. ഉസ്താദ് വായിക്കുമ്പോൾ പകർത്തി എഴുതി സ്വന്തമായി കിതാബുകൾ ഉണ്ടാക്കുന്ന പതിവാണ് അന്ന്. ഒരു കിതാബ് പഠിച്ചു തീരുമ്പോഴേക്കും അത് പകർത്തി എഴുതി തീർക്കും. ഇത് വലിയ തോതിൽ കിതാബ് മനഃപ്പാഠമാക്കാൻ സഹായിക്കുകയും ചെയ്യും. കാര്യങ്ങൾ ഓർത്തുവെക്കുവാനുള്ള ഈ പരിശീലനം പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് മതപ്രഭാഷണങ്ങളിലും സംവാദങ്ങളിലും വലിയ സഹായം ചെയ്യും. വലിയ കിതാബുകളിലെ പേജുകൾ നീണ്ടു നിൽക്കുന്ന ഉദ്ധരണികൾ മനഃപ്പാഠമാക്കുക എന്നത് ദർസിൽ സർവ്വസാധാരണയാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഇ കെ ഹസൻ മുസ്ലിയാരെയും
ആമയൂർ മുഹമ്മദ് മുസ്ലിയാരെയും ഓർമ്മ വരും. സുന്നികളുടെ സംവാദവേദികളിൽ തിളങ്ങിയ ഇവർക്ക് ധാരാളം കിതാബുകൾ മനഃപ്പാടമായിരുന്നു. ആമയൂർ മുഹമ്മദ് മുസ്ലിയാരുടെ വിലപ്പെട്ട ഒരു പുസ്തകം ചിലർ കത്തിച്ചു കളഞ്ഞു. മുജാഹിദുകളുമായുള്ള സംവാദത്തിനു വേണ്ടി പ്രത്യേകം എഴുതി തയ്യാറാക്കിയ വലിയൊരു പുസ്തകമായിരുന്നു അത്. മുജാഹിദുകളായ ചില ബന്ധുക്കളായിരുന്നു ഈ കടുംകൈ ചെയ്തത്. സംവാദങ്ങളിൽ പരാജയപ്പെടുത്താൻ കഴിയാത്തതിലെ ദേഷ്യം കൊണ്ടാണ് അവർ ഇത് ചെയ്തത്. മുഹമ്മദ് മുസ്ലിയാർ തൊട്ടടുത്ത ദിവസത്തേക്ക് ഏറ്റെടുത്ത സംവാദ വെല്ലുവിളിയിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കലും ഇവരുടെ ലക്ഷ്യമായിരുന്നു. പക്ഷേ അസാമാന്യ ഓർമ്മശക്തി ഉണ്ടായിരുന്ന മുഹമ്മദ് മുസ്ലിയാർക്ക് അതിനോടകം തന്നെ ആ പുസ്തകം മനഃപ്പാടമായിരുന്നു. എതിരാളികൾ നിരാശരായി എന്ന് പറയേണ്ടതില്ലല്ലോ. ആധുനിക വിദ്യാഭ്യാസ രീതിയും പാരമ്പര്യ ഇസ്ലാമിക പഠന രീതികളും തമ്മിലുള്ള വലിയ വ്യത്യാസമായ കിതാബുകൾ മനഃപ്പാടമാക്കാനുള്ള മുസ്ലിങ്ങളുടെ കഴിവിനെ പലരും എടുത്തു കാണിക്കാറുണ്ട്. യമനിലെ പാരമ്പര്യ മതപാഠശാലയിൽ നിന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയി നീണ്ടകാലത്തെ പഠന പരിശീലന ശേഷം തിരിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥി തനിക്കു പഴയതുപോലെ കാര്യങ്ങൾ മനഃപ്പാടമാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയതായി മനസ്സിലാക്കിയതിന്റെ വേദന പങ്കുവെക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് യമനിൽ നിന്നുള്ള ചില പണ്ഡിതന്മാർ ഈയിടെ ഒരു സംഭാഷണത്തിൽ പറയുകയുണ്ടായി. മനഃപ്പാഠമെന്നത് അറിവിന്റെ അടിസ്ഥാനമാണ് എന്നതാണ് വസ്തുത. അത് കിതാബുകളും അതിനെ പഠിക്കുന്നവരും തമ്മിലുള്ള അകലം കുറക്കും. വാഴക്കാട് ദാറുൽ ഉലൂം ലൈബ്രറിയിലെ കിതാബുകളെല്ലാം എന്റെ നെഞ്ചത്തുണ്ട് എന്നായിരുന്നു ഷെയ്ഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നെഞ്ചിൽ തട്ടി പറയാറ്. വെല്ലൂരിലെ പഠനകാലത്ത് തയ്യാറാക്കിയ ബുഖാരിയുടേത് മാത്രമായ 40-ലധികം നോട്ട് ബുക്കുകൾ എന്റെ കൈവശമുണ്ട്. ബുഖാരി ക്ലാസുകൾ നടത്താൻ ഇപ്പോഴും ആ നോട്ട് ബുക്കുകൾ റഫർ ചെയ്യൽ എന്റെ ശീലമാണ്. പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയല്ലെങ്കിലും അതിലൂടെ കണ്ണോടിക്കുമ്പോൾ ഒരാശ്വാസമാണ്, ആത്മവിശ്വാസവും. 2018 പ്രസിദ്ധീകരിച്ച എന്റെ ബുഖാരി വ്യാഖ്യാനം തയ്യാറാക്കാൻ ഈ കുറിപ്പുകൾ വലിയ സഹായകമായി തീർന്നു. അതിലൂടെ കടന്നു പോകുമ്പോൾ ബാക്കിയാത്തിലെ പഴയ കാലം ഓർമ്മയിലേക്ക് വരും. അച്ചടക്കത്തോടെ ഇരിക്കുന്ന കുട്ടികൾ, ഹസ്രത്തിന്റെ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം, വിശദീകരണങ്ങൾ, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, തർക്കങ്ങൾ. അപ്പോൾ ആ നോട്ട്ബുക്കിന് ജീവൻ വെച്ച് തെളിഞ്ഞു വരും. കണ്ണീർ വാർത്തുകൊണ്ടല്ലാതെ ആ നോട്ട് പുസ്തകം അടച്ചു വെക്കാൻ ഇന്നും എനിക്ക് കഴിയാറില്ല. ബോംബെയിലെയും ലക്നൌവിലെയും ബുക്ക് സ്റ്റാളുകളിലേക്ക് പോസ്റ്റ് കാർഡിൽ കത്തെഴുതിയാണ് അക്കാലത്ത് കിതാബുകൾ വരുത്തിക്കുക. ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്ന ബുഖാരി ഡൽഹിയിലെ മക്തബത്തുൽ റഷീദിയ പ്രസിദ്ധീകരിച്ചതാണ്. 1960 ബാക്കിയാത്തിലെ പഠനകാലത്താണ് ഞാൻ അത് വാങ്ങുന്നത്. VPP ഓർഡറായാണത് വരുത്തിച്ചത്. പഠന ചെലവുകൾക്ക് വേണ്ടി ജ്യേഷ്ഠൻ മുഹമ്മദും മയങ്ങിൽ അഹമ്മദ് കുട്ടി ഹാജിയും അയച്ചു തരുന്ന തുകയിൽ നിന്ന് സ്വരുക്കൂട്ടി വെച്ചാണ് ആ പൈസ കൊടുത്തത്. ബാക്കിയാത്തിൽ ചേരുമ്പോൾ തന്നെ ഒരു നമ്പർ ലഭിക്കും. പിന്നീടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആ നമ്പറാണ് ഉപയോഗിക്കുക. ക്യാൻറ്റീനിൽ, പള്ളിയിൽ, ക്ലാസ്സിൽ, ലൈബ്രറിയിൽ, നാട്ടിൽ പോകാനുള്ള സമ്മതത്തിന്, തിരിച്ചു വന്നാൽ അറിയിക്കുന്നതിന്, ഒടുവിൽ ബിരുദം വാങ്ങാൻ വരി നിൽക്കുമ്പോഴെല്ലാം ആ നമ്പറിലാണ് നമ്മൾ അറിയപ്പെടുക. കുറച്ചു മുമ്പ് ആധാർ കാർഡ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതേക്കുറിച്ച് അന്വേഷിച്ചു. നമ്മളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങൾക്കും ഒരു നമ്പറിനെ ആശ്രയിക്കുന്ന രീതിയാണല്ലോ ആധാറിലുള്ളത്. ഇതൊക്കെ വെല്ലൂരിൽ നേരത്തെ തുടങ്ങിയ സംവിധാനമാണെന്ന് ഞാൻ അവരോട് തമാശ പറഞ്ഞു. ഉച്ചക്കും രാത്രിയുമായി 2 നേരമാണ് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം ലഭിക്കുക. അതിനും ചില നിബന്ധനകളുണ്ട്. കൃത്യമായി പള്ളിയിൽ നിസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുക്കണം. അത് നോക്കി രേഖപ്പെടുത്താൻ ആളുണ്ടാകും. അതനുസരിച്ചാണ് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാനുള്ള പാത്രം ലഭിക്കുക. പള്ളിയിൽ ജമാഅത്ത് തുടങ്ങിയാൽ ഗേറ്റ് പൂട്ടും. പിന്നീട് വരുന്നവർക്ക് ക്യാൻറ്റീനിലെ ഭക്ഷണം കിട്ടില്ല. സ്വന്തം ചെലവിൽ പുറത്തുപോയി കഴിക്കണം. അത് താങ്ങാൻ കഴിയുന്നവർ അപൂർവമായിരിക്കും. അതുകൊണ്ട് ജമാഅത്തിന് കൃത്യസമയത്ത് എത്തുക മാത്രമാണ് പോംവഴി. അല്ലെങ്കിൽ പട്ടിണി കിടക്കണം. ഇതിനു പുറമെ ക്ലാസ്സിൽ ഹാജറുള്ള ഓരോ ദിവസത്തിനും 1 കാശ് വീതം ഓരോ വിദ്യാർത്ഥിക്കും കോളേജ് അനുവദിച്ചിരുന്നു. 1 കാശിന് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ നിരക്കിൽ 2 പൊറോട്ടയും 1 ചായയും കിട്ടും. അന്ന് പൈസ ക്യാഷിലായിരുന്നു കണക്കാക്കിയിരുന്നത്. 1 രൂപ എന്നാൽ 100 കാശ്. ദർസിലെ പഠനകാലത്തു തന്നെ പുലർച്ചെ എഴുന്നേൽക്കാനും ജമാഅത്തിൽ കൃത്യമായി പങ്കെടുക്കാനും ശീലിച്ചത് വലിയ തുണയായി. 3 വർഷത്തെ പഠനത്തിനിടയിൽ 3 നേരം മാത്രമാണ് ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയാതെ പോയത്. ഈ 3 വർഷവും ഹസൻ ഹസ്രത്തിന്റെ എളിയ സേവകനായി നിൽക്കാൻ കഴിഞ്ഞതും വലിയ ഭാഗ്യവും തുണയുമായി. ഹസ്രത്തിന് രാത്രി നിസ്കാരങ്ങൾക്ക് ഒരുങ്ങാൻ ആവശ്യമായ വെള്ളം താഴെ നിലയിലെ ടാപ്പിൽ നിന്ന് കൊണ്ടുവരുന്ന ജോലി ഞാൻ സ്വയം ഏറ്റെടുത്തു. രാത്രി ഉറക്കമണീറ്റാൽ വുളൂ പുതുക്കി കിടന്നുറങ്ങുന്നതായിരുന്നു ഹസ്രത്തിന്റെ ശൈലി. പുലർച്ചെ എണീറ്റ് നിസ്കാരത്തിനൊരുങ്ങുമ്പോൾ വെള്ളം തികയാതെ വന്നാൽ ഹസറത്ത് എന്റെ റൂമിന്റെ വാതിലിൽ പതിയെ മുട്ടി വിളിക്കും. അപ്പോൾ ഞാൻ കോണിയിറങ്ങി ബക്കറ്റിൽ വെള്ളം പിടിച്ചു കൊണ്ടുവരും. എന്റെ ഉറക്കത്തെ നിയന്ത്രിക്കാനുള്ള നല്ലൊരു പരിശീലനമായി പിന്നീട് അത് മാറി. ഉസ്താദുമാർക്ക് സേവനം ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കിയില്ല. അതിനുവേണ്ടി കുട്ടികൾ കാത്തിരിക്കുകയും പരസ്പരം മത്സരിക്കുകയും ചെയ്യുമായിരുന്നു.
നിസ്കാരവും അനുബന്ധ പ്രാർത്ഥനകളും പൂർണ്ണമായും അവസാനിച്ചാലേ ക്യാന്റീനിന്റെ വാതിൽ തുറക്കുകയുള്ളൂ. അപ്പോൾ പരന്ന വലിയ മൺചട്ടിയിൽ മേശപ്പുറത്ത് ചോറ് വിളമ്പി വെച്ചിട്ടുണ്ടാകും. അതിൽ നിന്ന് ഓരോരുത്തരും ആവശ്യാനുസരണം കോരിയെടുക്കണം. അപ്പോഴേക്കും ഓരോരുത്തർക്കുമുള്ള കറി ചെറിയ ചട്ടിയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടാകും. ഭക്ഷണത്തിനുള്ള പ്ലേറ്റ് ഓരോരുത്തരും റൂമിൽ സൂക്ഷിക്കലാണ് പതിവ്. മലയാളികൾ നെയ്ച്ചോറ് വെക്കാൻ സാധാരണ ഉപയോഗിക്കുന്നത് പോലെയുള്ള ചെറിയ അരി നെയ് ചേർത്തുണ്ടാക്കുന്നതാണ് ക്യാന്റീനിലെ ചോറ്. വഴുതനങ്ങയോ പരിപ്പോ ആയിരിക്കും കറി. ചില ദിവസങ്ങളിൽ ഉള്ളി കൊണ്ടുള്ള ചമ്മന്തി ഉണ്ടാകും. തമിഴ് സ്റ്റൈലിലുള്ള കറിയായതുകൊണ്ട് മലയാളി വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഇഷ്ടപ്പെടാറില്ല. ഏതു കറിയിലും ധാരാളം കടുകും ഉലുവയും ചേർക്കുക അവരുടെ രീതിയാണ്. അതൊരു കയ്പായാണ് നമുക്ക് അനുഭവപ്പെടുക. പൊതുവെ കുറച്ചു മാത്രം മഴ ലഭിക്കുന്ന സ്ഥലമാണ് അക്കാലത്തെ വെല്ലൂർ. ഒരു ദിവസം പ്രതീക്ഷിക്കാതെ പെരുമഴ പെയ്തു, ഒപ്പം ശക്തമായ കാറ്റും. അതിൽ കോളേജ് വളപ്പിലുണ്ടായിരുന്ന കർമൂസ, പപ്പായ മരങ്ങൾ പൊട്ടി വീണു. നിറയെ കർമൂസകൾ തൂങ്ങി നിൽക്കുന്ന ആ മരങ്ങളായിരുന്നു ക്യാമ്പസിൽ മലയാളിത്തം കാണാവുന്ന ഏക വസ്തു. അത് കാണുമ്പോഴാണ് നാടും നാട്ടിലെ ഭക്ഷണവും ഓർമ്മ വരിക. കോളേജ് മുറ്റത്ത് പേരിനെങ്കിലുമുള്ള തണലും ഈ മരങ്ങളായിരുന്നു. അതാണ് പൊട്ടി വീണിരിക്കുന്നത്. കർമൂസകൾ ചിതറി പരന്നു കിടക്കുകയാണ്. ആവശ്യക്കാർക്ക് അതെടുക്കാൻ അധികൃതർ അനുവാദം നൽകി. മലയാളികളാണ് കൂടുതലും എടുത്തത്. സൂക്ഷിച്ചു വെച്ച ആ കർമൂസകൾ കൊണ്ട് കൂട്ടം ചേർന്ന് മണ്ണെണ്ണ സ്റ്റോവിൽ ഹോസ്റ്റലിന്റെ വരാന്തയിൽ വെച്ച് പലതരം കറികൾ ഉണ്ടാക്കി. ആ രുചിയിലാണ് ദിവസങ്ങളോളം ഞങ്ങൾ ചോറ് തിന്നത്. ചില വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ കൂട്ടം ചേർന്ന് കോട്ട മൈതാനത്ത് പോയിരിക്കും. അവിടുത്തെ കാറ്റ് ചൂടിൽ നിന്നൊരാശ്വാസമാണ്. ശരീരം തണുത്തു കിട്ടും. വൈകുന്നേരങ്ങളിൽ ജനം തിങ്ങി വെല്ലൂരിന്റെ ഒരു പരിച്ഛേദം അവിടെയുണ്ടാകും. എന്റെ 2ാം വർഷ പഠനകാലത്താണെന്ന് തോന്നുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി കാമരാജ് വെല്ലൂരിൽ വന്നത്. കോട്ട മൈതാനത്തായിരുന്നു പരിപാടി. ഞങ്ങൾ എത്തുമ്പോഴേക്കും ആ പ്രദേശമാകെ നിറഞ്ഞു കവിഞ്ഞിരുന്നു. അദ്ദേഹം എത്തിയതും ജനങ്ങൾ ആർത്തു വിളിച്ചു. ദേശീയ തലത്തിൽ അക്കാലത്ത് ഉയർന്നു കേൾക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായതുകൊണ്ട് മലയാള പത്രങ്ങളിലൊക്കെ കാമരാജുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരാറുണ്ടായിരുന്നു. ഒരു സംഭാഷണം പോലെ നിർത്തിയുള്ള അദ്ദേഹത്തിന്റെ ശൈലി അതുവരെ കേട്ട രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തോന്നി. പതിഞ്ഞ സ്വരത്തിൽ സംസാരിച്ചിട്ടും സദസ്യർ ചിരിച്ചും കൈയടിച്ചും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. ആ പ്രസംഗം ഞങ്ങൾ മുഴുവനും കേട്ടിരുന്നു. ആദ്യകാലത്തിന്റെ മതപ്രഭാഷണങ്ങളിൽ കമാൽ, ജമാൽ, ഇഹ്സാൻ എന്നിങ്ങനെ ആളുകളെ പ്രിയം വെക്കാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ കാമരാജിനോട് അനുയായികൾ കാണിക്കുന്ന സ്നേഹവും ആദരവും ഉദാഹരണമായി പറയാറുണ്ടായിരുന്നു. ഓരോ വിദ്യാർത്ഥിക്കും മാസത്തിൽ ഒരു കുപ്പി മണ്ണെണ്ണ സൗജന്യമായി ലഭിക്കുന്ന ഒരു സംവിധാനം കോളേജിൽ ഉണ്ടായിരുന്നു. കൂടുതൽ ലഭിക്കണമെങ്കിൽ ക്യാഷ് നൽകണം. സൗജന്യ നിരക്കിൽ പരമാവധി 1 ലിറ്റർ മാത്രമേ കിട്ടൂ. റൂമിൽ മണ്ണെണ്ണ വിളക്ക് കത്തിക്കാനും അപൂർവമായി ഭക്ഷണം ഉണ്ടാക്കാനുമാണ് ഉപയോഗിക്കുക. ഹോസ്റ്റലിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ മണ്ണെണ്ണ വിളക്ക് തന്നെയായിരുന്നു അഭയം. വൈകുന്നേരമായാൽ ഓരോ മുറിയിലും മണ്ണെണ്ണ വിളക്ക് തെളിയും. പുറമേ നിന്ന് നോക്കുമ്പോൾ രസകരമായ കാഴ്ചയാണത്. പക്ഷേ മണ്ണെണ്ണയിൽ കുതിർന്ന പഴംതുണി തുടർച്ചയായി കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയും മണവും അസഹനീയമാകും. ഇടുങ്ങിയ മുറികൾ ആയതിനാൽ ചിലപ്പോൾ ശ്വാസം മുട്ടും. കരിഞ്ഞ പുകയുടെ അടയാളം റൂമിൽ തളം കെട്ടി നിൽക്കും. ഈ വിളക്കും കിടക്കാനുള്ള പായയും വിദ്യാർത്ഥികൾ തന്നെ വാങ്ങണം. കീറിയ പായകൾ ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയ തലയണയാണ് ഉപയോഗിക്കുക. താടി നീട്ടുക, മുടി കൃത്യമായ ഇടവേളകളിൽ മുറിക്കുക, കോളേജിന് പുറത്തേക്ക് അനാവശ്യമായി പോകാതിരിക്കുക എന്നിങ്ങനെ വേറെയും ചിട്ടകളുണ്ട്. ഇതൊക്കെ നോക്കാനും റിപ്പോർട്ട് ചെയ്യാനും ആളുകളുമുണ്ട്. ബാക്കിയാത്തിലെ ജോലികളിൽ മറ്റു സമുദായങ്ങളിൽ നിന്നുള്ളവരെ നിയമിക്കുന്ന രീതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ദീർഘകാലം ബാക്കിയാത്തിലെ എഴുത്തു ജോലികൾ നിർവഹിച്ചത് ഒരു ഗണപതി പിള്ള ആയിരുന്നു. കണക്കെഴുത്തിന്റെയും ഓഫീസിലെ ഡോക്യുമെന്റേഷന്റെയും ചുമതലയാവട്ടെ പട്ടർ സമുദായത്തിൽ നിന്നുള്ള കണക്കപ്പിള്ളമാർക്കും. പഴയകാല രാജാക്കന്മാരുടെ കാലം മുതലേ പാരമ്പര്യമായി എഴുത്തു ജോലികളിൽ വ്യാപകമായി ഏർപ്പെട്ടിരുന്ന സമുദായമായാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. ആ വൈദഗ്ധ്യം കൊണ്ടാകാം ഈ നിയമനങ്ങൾ പിന്നീടും തുടർന്നു പോന്നത്. താടി മുറിക്കുന്നവരെയും കുപ്പായം ധരിക്കാത്തവരെയും ഉപദേശിക്കാൻ ഒരു കണക്കപ്പിള്ള പട്ടർ ഇടയ്ക്കിടെ റൂമുകളിൽ വരാറുണ്ടായിരുന്ന കഥ ഓക്കെ ഉസ്താദും പറയാറുണ്ടായിരുന്നു. ദീർഘകാലത്തെ ഇടവേളയ്ക്കു ശേഷമേ നാട്ടിലേക്ക് പോകൂ എന്നതിനാൽ ഞാൻ ധാരാളം കത്തുകൾ എഴുതുമായിരുന്നു, വീട്ടിലേക്കും അടുത്ത സഹപാഠികൾക്കും. 3 വർഷത്തെ പഠനത്തിനു ശേഷം തിരിച്ചു പോകുമ്പോഴേക്കും എന്റെ ഒരു പെട്ടിയിൽ നാട്ടിൽ നിന്ന് വന്ന ധാരാളം കത്തുകൾ ഉണ്ടായിരുന്നു. ബാക്കിയാത്തിലെ വിശേഷങ്ങളായിരിക്കും ആ കത്തുകളിൽ അധികവും. അതിനൊക്കെ മറുപടിയും വരും. ആ കാലത്തിനിടക്ക് നാട്ടിലും പരിസരത്തും നടന്ന എല്ലാ പ്രധാന സംഭവങ്ങളുടെയും വിശദമായ വിവരണങ്ങൾ ആ കത്തുകളിൽ കാണും. അതിനിടയിൽ രസകരമായ ഒരു സംഭവമുണ്ടായി. ബാക്കിയാത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന സീനത്തുൽ ഉലമ എന്ന മാസികയ്ക്കു വേണ്ടി ഖാദിയാനിസം, വഹാബിസം, മൗദൂദിസം എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഗവേഷണ സ്വഭാവമുള്ള പഠനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു.
PK അബ്ദുസ്സലാം മുസ്ലിയാരും PK മഹ്മൂദ് മൗലവി ക്ലാരിയും ഞാനും ഒരുമിച്ചിരുന്നാണ് ആ പഠനങ്ങൾ തയ്യാറാക്കിയത്. ഓരോ വിഷയത്തെക്കുറിച്ചും ഓരോരുത്തരും വായിച്ച് നോട്ട് ചെയ്തു വരുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പഠനം തയ്യാറാക്കുന്ന രീതിയാണ് സ്വീകരിച്ചതെങ്കിലും ഓരോ പഠനത്തിന്റെയും ചുമതല ഓരോരുത്തർക്കായിരുന്നു. മൗദൂദിസമായിരുന്നു എന്റെ വിഷയം. ഖാദിയാനിസം PK അബ്ദുസ്സലാം മുസ്ലിയാരും ആ പഠനങ്ങൾ മാസികയുടെ വാർഷിക പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വന്നു. മറ്റു രണ്ട് ഇസങ്ങളെയും അപേക്ഷിച്ച് കുറെ കൂടി രസകരമായിരുന്നു ഖാദിയാനിസത്തിന്റെ കഥ. അതേക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ എനിക്ക് താല്പര്യമായി. അവരുടെ ചില പ്രസിദ്ധീകരണങ്ങൾ തപാലിൽ വരുത്തിച്ചു. യേശുക്രിസ്തു കാശ്മീരിൽ എന്നൊരു പുസ്തകം ഖാദിയാനികളുടേതായി ഇറങ്ങിയെന്ന പരസ്യം ചില പ്രസിദ്ധീകരണങ്ങളിൽ കണ്ടു. പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ ഏറെ കൗതുകമുള്ളത്. അതിന് ഓർഡർ കൊടുത്തു. എനിക്ക് കിട്ടിയ ഉരുപ്പടിയുടെ റാപ്പർ പൊട്ടിച്ചു നോക്കുമ്പോഴുണ്ട് ഒരു സിനിമാ പുസ്തകം. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ പുസ്തകം അയച്ചു തരാൻ ഏൽപ്പിച്ച അലി ഹാജി എന്ന സഹൃദയനെ ബന്ധപ്പെട്ടു. അദ്ദേഹം അയച്ചത് യേശു ക്രിസ്തു കശ്മീരിൽ എന്ന പുസ്തകം തന്നെയാണ്. വഴിയിൽ വെച്ച് ആരോ റാപ്പറിനുള്ളിൽ നിന്ന് ആ ഗ്രന്ഥം മാറ്റുകയും പകരം സിനിമാ പുസ്തകം തിരികെ കയറ്റുകയും ചെയ്തതായിരിക്കും. ഇൻഷാ അല്ലാഹ് ആത്മകഥയിലെ 3-ാം ഭാഗം വെല്ലൂരിലെ പാഠങ്ങൾ അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം.